നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത അറിയിച്ചിരുന്നു. അതായത് KPCC പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച്. ആ KPCC പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ള വാർത്തയിൽ ഞാൻ പറഞ്ഞത് KC വേണുഗോപാലിനെ കുറിച്ച് തന്നെയാണ്. വലിയ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ അങ്ങനെ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത്. ചില സാമുദായിക സമവാക്യങ്ങൾ നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്രൈസ്തവ വിഭാഗത്തിലെ നേതാവിനെ പരിഗണിച്ചാൽ പല നേതാക്കന്മാരുടെ പേരുകളുമുണ്ട്. ഇപ്പോൾ ആൻ്റണി ആവട്ടെ, ബെന്നി ബെഹനാനാവട്ടെ, PJ കുര്യൻ ആവട്ടെ, ഇങ്ങനെയുള്ള സാധ്യതകൾ ഏറെ വലുതാണ്. സുധാകരൻ അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കിയാൽ പകരക്കാരുടെ പരിഗണനാ പട്ടികയിൽ ഏകദേശം 6ഓളം പേരുണ്ട് എന്നുള്ളതാണ്. നേതൃമാറ്റം പ്രതിസന്ധി കൂട്ടുമോ എന്നൊക്കെയുള്ള വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അനാരോഗ്യമാണ്, അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് സുധാകരനെ നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, സുധാകരൻ പറയുകയും ചെയ്തു, ഞാൻ മാറാൻ തയ്യാറാണ്. അപ്പോൾ ഇതിനുള്ള ചർച്ചകളിലേക്കൊക്കെ ഹൈക്കമാൻഡ് കടക്കുമ്പോഴും സുധാകരനെ നീക്കുമ്പോൾ ഉണ്ടാകുന്ന അലയൊലികൾ വലിയതാകാം എന്നുള്ള ആശങ്ക അത് ശക്തമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മ KPCC അധ്യക്ഷനെ നീക്കുവാനുള്ള ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ പല കാരണങ്ങൾ ബാക്കിയുണ്ട് എന്ന് മറന്നുപോകരുത്. സുധാകരനെ മുഖവിലേക്കെടുത്ത് നടപടികൾ കൈക്കൊള്ളാനാണ് ഹൈക്കമാൻഡിൻ്റെ ഒരു ശ്രമം. ഇവിടെ പല പേരുകളും കേൾക്കുന്നുണ്ട്. അടൂർ പ്രകാശ്, ആൻ്റണി, റോജി M. ജോൺ, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, സണ്ണി ജോസഫ്, കൂടാതെ രമേശ് ചെന്നിത്തല എന്നീ പേരുകൾ നിലവിൽ പരിഗണിക്കുന്നുണ്ട്. കൂടെ PJ കുര്യൻ. ഇതിൽ തന്നെ VD സതീശനുമായി സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധ്യതയുള്ള ആളെയാണ് നേതൃത്വം തേടുന്നത് എന്ന് ചിലർ കരുതുന്നുണ്ട്. ഈ 6 പേരുകളിൽ നിന്നും ഒരാളെ പരിഗണിക്കണമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള സുനിൽ കനഗേലു കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമെന്ന് പറയപ്പെടുന്നു. സുനിൽ കനഗേലു പലപ്പോഴും ഇവിടെ സന്ദർശിക്കുകയും കണക്കുകൂട്ടലുകൾ നടത്തുകയും ചെയ്തു. KC വേണുഗോപാലിൻ്റെ മനസ്സറിഞ്ഞാണ് ഈ നീക്കമെന്നൊരു വികാരവും പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. KC വേണുഗോപാലിനെയും എത്തിക്കാം. ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ട് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KPCC ഭാരവാഹികളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അതേസമയം ഈ മാത്യു കുഴൽനാടിനെ പോലുള്ള ആക്റ്റീവായിട്ടുള്ള നേതാക്കന്മാരെ അവരെയും പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. പക്ഷേ ഒരു ക്രൈസ്തവനെയാണെങ്കിൽ അതാരായിരിക്കും? അപ്പോൾ എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ പ്രസിഡന്റ് നിയമിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസിന്. ഇതാണ് ഹൈക്കമാൻഡ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആഭ്യന്തര പ്രശ്നങ്ങൾ, നേതൃത്വ പ്രതിസന്ധി ഒക്കെ പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, പ്രയാണത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാകുമെന്നുള്ള കാര്യം അതിൻ്റെ ഒരു വലിയ ആശങ്കയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അത്തരത്തിൽ വളരെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം പാർട്ടിക്കുള്ള ഭിന്നതകൾ വളരെ രൂക്ഷമാക്കി എന്നുള്ള തോന്നലാണ് ഇപ്പോൾ പൊതുവെ നിലവിലുള്ളത്. കാരണം അതിനകത്ത് നടന്ന ചില ചർച്ചകൾ, AICC സെക്രട്ടറിമാരുടെ ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും പങ്കെടുത്ത ചർച്ചകൾ പാർട്ടിയിലെ ഭിന്നതകൾ തുറന്നു കാട്ടുന്നതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം, ആ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം പാർട്ടിയുടെ സാധ്യതകളെയൊക്കെ ബാധ്യതകളാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അത് ബാധിക്കുന്നു എന്ന് തന്നെയാണ് നേതാക്കളുടെ ഒരു അഭിപ്രായം. ഒരു സുതാര്യമായിട്ടുള്ള സംവാദത്തിലൂടെ ഈ ഭിന്നതകളൊക്കെ പരിഹരിക്കുവാൻ നേതൃത്വം പരാജയപ്പെട്ടതായിട്ട് തന്നെയാണ് നിരീക്ഷകരടക്കം ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒപ്പം തന്നെ ചില നേതാക്കളുടെ പ്രവർത്തനങ്ങൾ പാർട്ടിയെ തകർക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയായി വിലയിരുത്തപ്പെടേണ്ടി വന്നിരിക്കുന്നു. KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയുമൊക്കെ ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ ഇത് പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്. അപ്പോൾ KPCC അധ്യക്ഷൻ നീക്കണമെന്ന ആവശ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സുധാകരൻ പറഞ്ഞത് KPCC അധ്യക്ഷ പദവിയിൽ കടിച്ചു തൂങ്ങാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് എന്തൊരു യുക്തമായിട്ടുള്ള തീരുമാനമെടുത്താലും അതിനോടൊപ്പം പോകാൻ തയ്യാറാണ് എന്ന് സുധാകരൻ പറഞ്ഞു. അപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനമോ മുഖ്യമന്ത്രി പദവിയോ തൻ്റെ വലിയ സ്വപ്നമായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. 6-7 വയസ്സ് മുതൽ CPM-നെതിരെ പൊരുതുന്ന താൻ പോരാട്ടം തുടരുമെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ താല്പര്യമില്ല എന്നും, പക്ഷെ പാർട്ടിയെ നയിക്കാൻ താൻ ഉണ്ടാകുമെന്നും KPCC അധ്യക്ഷനായിട്ടുള്ള സുധാകരൻ പറയുന്നു. മാത്രമല്ല, അടുത്ത അധ്യക്ഷൻ ആരായിരുന്നാലും, അത് പ്രതിപക്ഷ നേതാവായിരുന്നു, ആര് മാറിയാലും വിഷയമല്ല, സുധാകരൻ ഇതിനോടൊപ്പം യോജിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. KPCC നയിക്കാൻ യോഗ്യനായ കഴിവുറ്റ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്നുകൂടി സുധാകരൻ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. സുധാകരനും VD സതീശനും തമ്മിൽ ഐക്യത്തോടെ പ്രവർത്തിക്കാത്തത് പാർട്ടിക്ക് വലിയ ക്ഷീണം ചെയ്യുന്നതായി ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ കരുതുന്നുമുണ്ട്. അപ്പോൾ ഈ നേതാക്കളുമായിട്ടൊക്കെ അവർ ഒറ്റയ്ക്കൊക്കെ ചർച്ചകളൊക്കെ നടത്തി പലരുമായി നേതൃമാറ്റത്തെക്കുറിച്ചൊക്കെ ആവശ്യം ഉന്നയിച്ചവരുമായിട്ടും സംസാരിച്ചു.
ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയാൽ അഭിപ്രായങ്ങൾ തുറന്നു പറയാനാവാത്ത ഒരു സാഹചര്യമാണ് എന്നതിന് വേറെ തെളിവുകൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി കടന്നു പോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം വിളിച്ചു ചേർക്കാനുള്ള സംയുക്ത പത്രസമ്മേളനം തന്നെ അവസാനം വേണ്ടെന്ന് വെച്ചത് പാർട്ടിയിലെ ഈ അനൈക്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ 21 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ പാർട്ടിക്ക് വിജയസാധ്യതയുള്ള ഒരു 63 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുള്ള വി ഡി സതീശൻ പറഞ്ഞതിനെയാണ് അന്ന് എ പി അനിൽകുമാർ നിശിതമായി വിമർശിച്ചത് എന്നുള്ളതാണ്. ഇവിടെ കെ സി പക്ഷക്കാരനാണ് ഈ അനിൽകുമാർ എന്ന് പറയപ്പെടുന്നത്. ആ വിവരങ്ങളൊക്കെ എവിടുന്ന് കിട്ടി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെയാണ് നടത്തിയത്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഈ KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള 2 പേരുകൾ ചോദിച്ചാൽ, ഇപ്പോൾ 6ഓളം പേരുകൾ ഉണ്ടെങ്കിൽ കൂടി അതിനകത്ത് 2 പേരുകൾ എന്ന് പറയപ്പെടുന്നത് AICCയുടെ വക്താക്കൾ അടക്കമുള്ളവർ സൂചന നൽകുന്നത്, ഒന്ന് ചില ഫോർമുലകൾ മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ പറയുന്ന പോലെ KC വേണുഗോപാലിനെ പ്രസിഡന്റാക്കുക, ഒപ്പം തന്നെ സതീശനെ മാറ്റുക, സതീശനെ മാറ്റി അവിടെ പുതിയ ഒരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരിക. ഇങ്ങനെ ഒരു സാമുദായിക അകലമുണ്ടാക്കി അതിനകത്തേക്ക് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ള തരത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്. അങ്ങനെയാണെങ്കിൽ പഴയ നേതാവായിട്ടുള്ള PJ കുര്യൻ സാർ, PJ കുര്യനെ തിരികെ കൊണ്ടുവന്ന് KPCC പ്രസിഡന്റ് പദവി അലങ്കരിക്കുക, രമേശ് ചെന്നിത്തലയെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരിക, ഇങ്ങനെ ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ചില നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില ഫോർമുലകൾ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ PJ കുര്യനോ അല്ലെങ്കിൽ KC വേണുഗോപാലോ ഇവരിലൊരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഈ VD സതീശനെ മാറ്റുകയാണ് എങ്കിൽ അവിടേക്ക് എത്താൻ സാധ്യതയുള്ളവരിൽ ഒരാളെന്ന് പറയപ്പെടുന്നത് രമേശ് ചെന്നിത്തലയാണ്. കാരണം സാമുദായിക പരിഗണന കൂടി വെച്ചുകൊണ്ടാണ്. ഇതേസമയം K മുരളീധരൻ നിയമസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് K മുരളീധരൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസ്സുകാർക്കും ഒപ്പം തന്നെ UDFകാർക്കും താല്പര്യമുള്ള ഒരു നേതാവ് കൂടിയാണ് K മുരളീധരൻ എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല പ്രതിപക്ഷ നേതാവാകാൻ സർവാത്മന യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി കൂടി തന്നെയാണ് K മുരളീധരൻ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം നിയമസഭയിൽ ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസിന് അങ്ങനെ ഒരു നേതാവിനെ അവിടെ വെക്കാൻ സാധ്യതയില്ല. ഇനി ഉള്ളത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം മറ്റൊരു നേതാവിനെ മുന്നോട്ട് വയ്ക്കാനുണ്ടെങ്കിൽ അത് ആരാണ് എന്നുള്ളതാണ്. 2 ഫോർമുലകൾ. ഇനി സണ്ണി ജോസഫിനെ കൊണ്ടുവരികയാണെങ്കിൽ അത് സാമുദായിക പരിഗണന വെച്ചുകൊണ്ടാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നതെങ്കിൽ, പക്ഷേ ഒരു പ്രാദേശിക പരിഗണന മാത്രമാണ് ആ നേതാവിനുള്ളത് എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാധ്യത വിരളമാണ്. പിന്നെ ഒന്ന് റോജി എം ജോണും ഒപ്പം തന്നെ ബെന്നി ബെഹനാനും, പിന്നെ ഒന്ന് മാത്യു കുഴൽനാടനുമാണ്. ഈ ഒരു ക്രൈസ്തവ നേതാവിനെയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പക്ഷേ ഇതിൽ ബെന്നി ബെഹനാനെ ഉൾക്കൊള്ളുവാനുള്ള സാധ്യത കോൺഗ്രസ് പാർട്ടിക്കകത്തില്ല. മറ്റൊന്ന് റോജി എം ജോണാണ്. റോജി എം ജോണിനെയും നേതാവായി അംഗീകരിക്കുവാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിനകത്തില്ല. പിന്നെ ആകെയുള്ളത് മാത്യു കുഴൽനാടനാണ്. മാത്യു കുഴൽനാടൻ്റെയും സാധ്യതകൾ ചിലപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളിലെ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് ചിലപ്പോൾ നടന്നേക്കില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് PJ കുര്യൻ്റെ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയാതായി പോകുന്നത്. ഒന്നുകിൽ PJ കുര്യനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരിക, ഇല്ല എങ്കിൽ KC വേണുഗോപാലിനെ തന്നെ ആ പദവിയിലേക്ക് എത്തിക്കുക. ഇതായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. മറ്റൊന്ന്, VD സതീശനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടേക്ക് എത്താൻ പോകുന്നത് വീണ്ടും NSSൻ്റെ പിന്തുണയോടുകൂടി രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും. രമേശ് ചെന്നിത്തല വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതോടുകൂടി ഒരു ഐക്യം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്നുള്ള ചിന്തകളുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഞാൻ പറയുന്നു, KC വേണുഗോപാലോ PJ കുര്യനോ ആര് തന്നെ ഈ പാർട്ടിയെ നയിച്ചാലും അനൈക്യത്തോടുകൂടി പോകുന്ന ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരിലെ നേതാക്കൾ ഒത്തൊരുമയോടുകൂടി നിന്നാൽ മാത്രമേ പാലക്കാട് നിങ്ങൾ നടത്തിയ അതേ മാജിക്ക് ഈ കേരളത്തിൽ നടത്താൻ കഴിയൂ എന്നുകൂടി സൂചിപ്പിക്കട്ടെ. VD സതീശൻ്റെ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നേതൃസ്ഥാനത്തിന് അദ്ദേഹം യോഗ്യൻ തന്നെയാണ്. അദ്ദേഹത്തിനെ മാറ്റിക്കളയുന്നതിൽ ഒരു നല്ല നേതാവിനെ നിങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ചില ധാർഷ്ട്യവും ചില പ്രവർത്തന ശൈലിയും ഒക്കെ ഒന്ന് മാറ്റിയാൽ അദ്ദേഹം സർവാത്മന യോഗ്യനാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് എന്നുള്ള കാര്യത്തിലും സംശയമില്ല.
അനാരോഗ്യ കാര്യങ്ങളാണെങ്കിൽ കെ സുധാകരനെ മാറ്റി ആ പദവിയിലേക്ക് മറ്റൊരാളെ കൊണ്ടുവന്നാൽ ഈ കോൺഗ്രസിനെ ഇനി ഇവർക്കൊന്ന് ഉടച്ചു വാർത്തെടുക്കാൻ കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ചിലപ്പോൾ ഇവർക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ കോൺഗ്രസിലെ നേതാക്കൾ ഒന്നടങ്കം ഒത്തൊരുമയോടുകൂടി നിന്നാൽ മാത്രമേ അത് സാധിക്കൂ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.